ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ക്ലീനിങ്ങും അതുപോലെ പെങ്കിക്കുട്ടിയുടെ കൂടെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. കാലാവസ്ഥ അത്ര നല്ലതല്ല എന്ന് പറയാം. ചെറിയൊരു മൂടിക്കെട്ടിയ അവസ്ഥയിലാണ്. കാർമേഘമൊക്കെ ഇങ്ങനെ ഇരുണ്ട് മൂടിക്കിടക്കുന്ന ഇപ്പം മഴ പെയ്യുന്നുള്ള അവസ്ഥയിലാണ്. 2-3 ദിവസമായിട്ട് നമുക്ക് അങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് കാലാവസ്ഥയുള്ളത്? അപ്പോൾ രാവിലെ തന്നെ മക്കളൊക്കെ പോയതിന് ശേഷം അവരെ കൊണ്ടാക്കണമായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഇന്ന് ഹസ്ബൻഡ് മലക്ക് പോയേക്കുവാണ്. അപ്പം ഉപ്പുമാവാണ് രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ ചെറിയൊരു ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ സ്കൂളിലാക്കി വന്നതിന് ശേഷമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ. അപ്പോൾ ഉപ്പുമാവും രാവിലെ ഉണ്ടാക്കിയ സാമ്പാറുമാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഇതേ നമ്മുടെ എപ്പോഴേയും പോലെയുള്ള തന്നെ ക്ലീനിങ് ആണ്. അപ്പോൾ ഡൈനിങ് ഏരിയ ആണ് ഇന്ന് ക്ലീൻ ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? അപ്പോൾ ഈ ഒരു ക്ലീനിങ്ങിൻ്റെ ഈ ഒരു റബ്ബർ കൂട്ടിരിക്കുന്ന ഒരു മാറ്റില്ലേ, ചെറിയൊരു പീസാണ്. നമുക്ക് 3 പീസോ 4 പീസ് എങ്ങാണ്ടാണ് കിട്ടുക. കടയിൽ വാങ്ങിക്കാനുണ്ടാവും, അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ നോർമലി ഓൺലൈനിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ മുന്നേ ഏതിലോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതുപോലത്തെ ടേബിളൊക്കെ തുടക്കാനും അതുപോലെ കൗണ്ടർ ടോപ്പിലെ വെള്ളമൊക്കെ ഒപ്പിക്കളയാനൊക്കെ നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഒരു സ്പോഞ്ച് കണക്കിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും വൈപ്പ് ചെയ്യുന്ന സാധനമാണ്. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ കുടിക്കും, ടേബിളുമൊക്കെ മറിഞ്ഞത്. അപ്പോൾ ഇത് ഞാനിതുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ടേബിളൊക്കെ തുടക്കാനായിട്ട്. ഇനി ഇതേ നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ അവരെ സ്കൂളിലൊക്കെ ആക്കേണ്ടത് കൊണ്ട് തന്നെ പാത്രമൊന്നും കഴുകിയിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് മുന്നേ നിങ്ങളിതേ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും മിക്ക ആൾക്കാർ നമ്മൾ ഓൺലൈനിലും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൂട്ടിയൊരു സാധനമായിരിക്കുമല്ലോ ഇത് ഓൺലൈനിലൊക്കെ കണ്ട പാടെ തന്നെ നല്ല യൂസ്ഫുള്ളായ സാധനമാണ്. എന്തായാലും വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും വാങ്ങിച്ചായിരുന്നു ഒരെണ്ണം കേട്ടോ. ഞാൻ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്, ഞങ്ങൾ കയറി താമസിൻ്റെ ആ ഒരു സമയത്ത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് ഉപയോഗം അറിയാത്തത് കൊണ്ട് കുറേ നാളിത് മൂലക്കിരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉപയോഗം ഞാനിപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എവിടെയൊക്കെ വീട്ടിലുണ്ട് ഈ സാധനം വാങ്ങിച്ചിട്ട് ഉപകാരമില്ല എന്ന് തോന്നിയത്? പക്ഷേ ഇത് നല്ല ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ബോക്സിലില്ലേ, നമ്മളെ ലിക്വിഡ് എന്താ ഇതിൻ്റെ പേര് പറയുക, ലിക്വിഡ് ഡിസ്പെൻസറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഓൺലി നമ്മുടെ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. പാത്രം കഴുകുന്ന ഏത് ലിക്വിഡാണോ അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ മുന്നെയൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം മാത്രം പുറത്തോട്ട് ചാടും. പിന്നെ നമ്മൾ കഴുകാനെടുക്കുമ്പോൾ അതിലൊരു നൊരയും പതയും ഒന്നും കാണില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് അത്രയൊരു കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുമില്ല. ഇതുപോലെ വെള്ളം മാത്രം മുകളിലോട്ട് ഇങ്ങനെ തെറിച്ച് വരും. അതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ അത്ര ഒരു സുഖം ഉണ്ടായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് ലിക്വിഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ സാധാരണ ഹാൻഡ് വാഷിൻ്റെയൊക്കെ ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ഇതേ രീതിയിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ലിക്വിഡ് മാത്രമായിട്ട് പുറത്തോട്ട് വരും. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്പഞ്ച് നനച്ചിട്ട് ഇതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ലിക്വിഡ് വെച്ച് കഴുകുന്ന അതേ രീതിയിൽ തന്നെ കഴുകാം. മറ്റേതാകുമ്പോൾ വെള്ളം മാത്രമേ വരുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ഒരു പതഞ്ഞ് വരത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും മൂലക്കിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം ഓക്കെ, അടിപൊളിയാണെന്ന് മനസ്സിലായി. പിന്നെ ഈ ഒരു സ്ക്രബ്ബറിനെ കൊണ്ട് പറയാം കേട്ടോ. ഞാൻ ഇപ്രാവശ്യം സൂപ്പർ മാർക്കറ്റിൽ പോയാലും വാങ്ങിച്ചൊരു സ്ക്രബ്ബറാണിത്. ഇതിൽ തന്നെ നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ കഴുകാനുള്ള സോഫ്റ്റായ ഏരിയയും പിന്നെ ഇതുപോലെ റഫായ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റഫായ ഏരിയ നമ്മുടെ ഈ ഒരു സ്ക്രബ്ബറില്ലേ, നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം, അപ്പോൾ അതത്ര സേഫ് അല്ല എന്നുള്ള കാര്യം നമ്മളിങ്ങനെ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി മടിയായി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ ഒരു സാധനം ഇനി വേണ്ട കേട്ടോ. അതിന് പകരം നമുക്കിത് ഈ സൈഡിൽ നമ്മുടെ ആ സോഫ്റ്റ് സ്പഞ്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരു റഫായ ഏരിയ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റെയിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാം കേട്ടോ. മിക്കവാറും ചായക്കപ്പിലാണ് ഉണ്ടാവുക. അപ്പോൾ ആ ചായക്കപ്പിൽ സ്റ്റെയിനൊക്കെ കളയാൻ അടിപൊളിയാണ്. അപ്പം ഞാനിതുപോലെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ പറഞ്ഞിങ്ങോട്ട് പോകുന്നു. അപ്പോൾ അതാണ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പുതിയ ഒരെണ്ണം എടുത്ത്. പിന്നെ നമ്മളതൊരു പുതിയ ഒരെണ്ണം എടുക്കാനുള്ള ഒരു കാരണം കൂടെ കിട്ടിയല്ലോ. കുറച്ച് നാൾ അധികം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. നമ്മളത് പോയാലല്ലേ മറ്റൊരെണ്ണം ഉപയോഗിക്കാൻ തുടങ്ങുള്ളൂ. പക്ഷേ ഏകദേശം ഒരു മാസമൊന്നും വേണ്ട കേട്ടോ. 2 ആഴ്ച കൂടുമ്പോൾ മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് പാത്രം കഴുകുന്നത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കാതെ മൂലക്കിട്ട സാധനം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. പിന്നെ ആ സ്ക്രബ്ബർ കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കൂ.
അപ്പോൾ ഇതൊക്കെയാണ് പാത്രം കഴുകലിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ. അപ്പോൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളും എനിക്കറിവുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്തല്ലോ. ഇനി ഇതേ നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മുടെ വർക്ക് ഏരിയ ഒന്ന് കാണിക്കുമെന്ന് ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏരിയ കാണിക്കാൻ കാര്യമായിട്ടൊന്നും ഇല്ലെന്നേ, ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പ് മാത്രം എൽ ഷേപ്പിൽ, അതും എനിക്ക് ഇട്ടാവട്ടത്തിൽ നട്ടം ചെയ്യാനുള്ള സ്ഥലം മാത്രമേ അതിലുള്ളൂ. ഈ ഒരു ക്യാമറയൊക്കെ വെക്കാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ക്യാമറ വെക്കുന്നത്, അതിനുള്ള സ്പേസ് പോലും ആ കൗണ്ടർ ടോപ്പിലില്ല. അപ്പോൾ അതൊരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിന് പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കാണിക്കാനായിട്ട് കാര്യമായിട്ടില്ലാത്തത് കൊണ്ടാണ് കാണിക്കാൻ ഇച്ചിരി മടി. അപ്പം നമ്മുടെ കിച്ചൺ നല്ല മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ വർക്ക് ഏരിയ നമ്മൾ പഴയ കൂട്ട് തന്നെയാണ്. അടിയിൽ കബോർഡൊന്നും ചെയ്യാതെ സാധാരണ ഒരു കൗണ്ടർ ടോപ്പുള്ളൊരു വർക്ക് ഏരിയയാണ്. അപ്പം നമ്മുടെ ഈ ഒരു നമ്മളുണ്ടത് ക്ലീൻ ലോഷനില്ലേ, ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു വിനാഗിരിയും വെള്ളം, അതുപോലെ തന്നെ എന്തെങ്കിലും പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്രൂട്ട് ഓയിൽ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ നമ്മുടെ പാറ്റയും വലിയൊന്നും വരാതിരിക്കും ഈ ഒരു മണം ഉള്ളതുകൊണ്ട്. എനിക്കും ഈ ഒരു മണം ഇഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ലൈസോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തുള്ളി, ഒരു ഡ്രോപ്സ് ഒക്കെ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിക്കോളും. എണ്ണമയൊക്കെ ഉണ്ടെങ്കിലും മെയിനായിട്ട് പോകും. പിന്നെ എൻ്റെ കൈ എത്താത്തത് കൊണ്ടാണ് കത്തിയിട്ടൊരു തുണിയിൽ ഈ ഒരു നമ്മുടെ ഗ്രില്ലിൻ്റെ സൈഡൊക്കെ തുടക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊന്നും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ മിക്കവാറും എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. നമ്മൾ വിട്ടു പോകുന്ന ഒരു സ്ഥലമാണത്, അതുകൊണ്ട് തന്നെ അതാണ് നിങ്ങളൊന്ന് കാണിച്ചു തന്നെ കേട്ടോ. മിക്കവാറും വീടുകളിൽ ആ ഒരു സ്ഥലത്ത് നിറച്ച് സാധനങ്ങളും ആയിരിക്കും അവിടെ ക്ലീൻ ചെയ്യാറുണ്ടാവില്ല. പിന്നെ ഇതേ നമ്മുടെ മുകളിലത്തെ തുണിയൊക്കെ വിരിച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടിക്കുട്ടന്മാരെയൊക്കെ ഒന്ന് കാണണമല്ലോ. എന്തായാലും മുകളിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കത്തേയില്ല, ഒന്ന് പോയി കണ്ടിട്ട് വരും. പിന്നെ ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. പിന്നെ നമ്മുടെ പച്ചക്കറിക്കൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. തക്കാളിക്കും അതുപോലെ വഴുതനയ്ക്കും മുളകിനൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പൂവിട്ട് തുടങ്ങിയാൽ വളം കൊടുക്കണമെന്ന് തോന്നുന്നല്ലേ, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഇച്ചിരി വളമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോഴത്തേക്ക് ഇതേ ഇനിയിപ്പം ശബരിമലക്ക് പോയ ആൾക്കാരൊക്കെ എത്തുമ്പോഴത്തേക്ക് നോയമ്പ് വിടാനുള്ള മീനൊക്കെ സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഞണ്ടും മീനുകളും ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഞണ്ട് വലിയ വലിപ്പമൊന്നുമില്ല, പക്ഷേ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഞണ്ട് കറിയുടെ റെസിപ്പിയൊക്കെ മുന്നേ ഞാൻ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ വ്ളോഗുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് ഈ ഞണ്ട് ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടാൽ എന്തായാലും വാങ്ങിക്കാതിരിക്കില്ല. അപ്പോൾ ഇന്ന് വെക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ ഫ്രിഡ്ജിലോട്ട് കയറ്റണം. പിന്നെ വെട്ടാനായിട്ട് ഇവിടെ ചെമ്മീനും ചാളയാണുള്ളത് കേട്ടോ. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞതാണ്, പക്ഷെ നമുക്ക് ഒന്നുകൂടി കുളിക്കണം എന്തായാലും. ഈ രാവിലെ കുളിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം ഇതാണ്, മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നന്നാക്കാൻ ഇച്ചിരി മടിയായിരിക്കും. കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീൻ തൊടൽ എന്നുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം മീൻ കഴുകി കഴിഞ്ഞപ്പം എല്ലാം സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പിങ്കി മോളെ നിന്നൊന്ന് കുളിപ്പിക്കണം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ്. കുളിക്കാൻ മടിച്ച് പെണ്ണ് കുളിക്കല്ലേ. ഇങ്ങനെ ഷാമ്പു തോർത്തും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുളിക്കാം. അയ്യോ എന്നെ ഇപ്പൊ തന്നെ നനക്കല്ലേ. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞാൽ കുളിക്കണ്ടേ. അപ്പോൾ ആദ്യം കുളിക്കാൻ ചെറിയൊരു മടി കാണിച്ച് കഴിഞ്ഞാലും മേത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ആൾ നല്ലതുപോലെ കാണിച്ചു കൈയും കാലൊക്കെ എനിക്ക് പൊക്കി തന്നെ കാണിച്ചു തരും, കഴുകിക്കോ എന്നുള്ള നിലയിൽ. പിന്നെ ഞാനൊരു ഷാമ്പു ഇതുപോലെ ടിക്കും ഫ്ലൂസൊക്കെ പോകാനുള്ളൊരു ഷാമ്പു ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഷാമ്പു മാറ്റും ഇടക്കിടക്ക്. പിന്നെ ഇതുപോലെ എല്ലാ സൈഡും നല്ലതുപോലെ ഷാമ്പു ഇട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നല്ലതുപോലെ കുളിപ്പിച്ചെടുക്കുക. കാല് കാണിച്ച് കഴുക്കുണ്ടാവൂലേ, കഴുക്കുണ്ടാവൂലേ.
പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കുളിപ്പിക്കാറുള്ളൂ കേട്ടോ. പിന്നെ അവൾ അഥവാ നമ്മൾ ഈ ചെടിയൊക്കെ നനയ്ക്കുമ്പോൾ വെള്ളം വന്ന് വെള്ളം ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുവാൻ നേരം ആ സമയത്തൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പം ആഴ്ചയ്ക്ക് ഒരു ദിവസമാണ് പിങ്കിയുടെ കുളി. അന്ന് തന്നെ നല്ല വൃത്തിക്കങ്ങ് കുളിപ്പിച്ച് കൊടുക്കും, സമയമെടുത്ത് കുളിപ്പിച്ച് കൊടുക്കും. മസാജ് 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 അടിയത് മസാജ് അടിയത് മസാജ് അടിയത്. പണ്ട് എൻ്റെ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നു കേട്ടോ, ജെന്നി എന്നായിരുന്നു പേര്. അവളെ ഞാനായിരുന്നു കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാനിതുപോലെ ഞങ്ങൾക്ക് പുറത്ത് ബാത്റൂമുണ്ട്, ആ ബാത്റൂമിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഞാനൊരു പലക വെച്ചിരിക്കും. എന്നിട്ട് അവളെ സോപ്പും ഇതുപോലെ തന്നെ അവളെ കാണിച്ചിരുന്നു, നല്ലതുപോലെ കയ്യും കാലൊക്കെ കാണിക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കാണിച്ചു തരും. ലേബർ ഡോഗ് ആയിരുന്നു കേട്ടോ, ബ്ലാക്ക് കളറ്. അപ്പോൾ ഇവളെ കുളിപ്പിക്കുമ്പോൾ എനിക്ക് അവളെയാണ് ഓർമ്മ വരുന്നത്. അത് ഞങ്ങളവിടെ അധികം നാളുണ്ടായില്ല, എന്തോ പറ്റിയിട്ട് പെട്ടെന്ന് തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനമ്മക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ ഒരു പട്ടീനെ പോലും ഞങ്ങളെ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും അവളുടെ കാര്യം പറയുമ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര സങ്കടമാണ്. പിങ്കിക്ക് ബോളൊരു വികാരമാണ് കേട്ടോ. ബോൾ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എവിടെ ഉണ്ടെങ്കിലും ഓടി എത്തിക്കോളും. ബോൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ അവൾ എടുത്തുകൊണ്ട് വരികയും ചെയ്യും. പണ്ടൊക്കെ കുറച്ച് മുന്നേ അവൾ കുഞ്ഞിലൊക്കെ എൻ്റെ മോൻ ഇതുപോലെ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പം ഞങ്ങളുടെ കീപ്പർ എന്ന് പറയുന്നത് പിങ്കിയാണ്. ഈ പറമ്പിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അന്നേരം വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിറച്ചും പറമ്പും മുറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും പിങ്കി എടുത്തുകൊണ്ട് വരും. ഏത് കാട്ടിൽ പോയി കഴിഞ്ഞാലും ഞങ്ങൾ പോകണ്ട, പിങ്കി എടുത്തുകൊണ്ട് ഞങ്ങളെ കയ്യിൽ കൊണ്ടു തരുമായിരുന്നു. അപ്പോൾ മുന്നേ ഉള്ള ഏതിലോ വീഡിയോസിൽ, ആ സമയത്തിട്ട വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിങ്കിക്ക് ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. ബോൾ കളിക്കാമെന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും എത്തിക്കോളും. അപ്പോൾ നമ്മൾ ഇത്തിരി സമയം വൈകുന്നേരം ഇതുപോലെ കളിക്കും കേട്ടോ പിങ്കിയുടെ കൂടെ. അപ്പോൾ തന്നെ മനസ്സും അതുപോലെ തന്നെ ശരീരം ഒന്ന് ഫ്രീ ആവുമെന്ന് പറയാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു. കാലാവസ്ഥ എത്ര പെട്ടെന്നാണ് മാറുന്നല്ലേ. അതുകൊണ്ട് തന്നെ ഈ ജലദോഷവും പനിയൊന്നും മാറാത്തത്. വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ അവിടെ കിടക്കും. അപ്പോൾ ഇന്നത്തെ ജോലികളൊന്നും കാര്യമായിട്ടൊന്നും വൈകുന്നേരം ഒന്നും നടന്നില്ല കേട്ടോ. ചെടിപ്പരിപാടികളൊന്നും നടന്നില്ല. കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനും വളം ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് മഴയായപ്പം. പിന്നെ ഞങ്ങൾ അടുത്ത് തന്നെ പള്ളിപ്പെരുന്നാളുണ്ട് കേട്ടോ. കുരിശിൻ്റെ കീഴിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. എൻ്റെ വീഡിയോയിൽ നിന്ന് മുഴുവൻ പാട്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിലും അതുപോലെ തന്നെ പാട്ടായിരുന്നു. അപ്പം അവിടെ പോകാമെന്ന് പറഞ്ഞു വൈകുന്നേരം ആകുമ്പം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ എന്തൊക്കെ വീഡിയോ വേണ്ടത്, നിങ്ങളുടെ സജഷൻസും ഒക്കെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ വൈകുന്നേരം ഒന്ന് സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പള്ളിപ്പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ ബാച്ചോറും അതുപോലെ തന്നെ നെയ്യപ്പമൊക്കെ. ഓരോ പള്ളികളിലും ഓരോ അമ്പലങ്ങളിലും ഡിഫറെൻ്റായ നേർച്ചകളൊക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയതായിരുന്നു ഇത്. അപ്പോൾ രാത്രിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ഞങ്ങൾ നടക്കേണ്ട ദൂരമേ ഉള്ളൂ, വീട്ടിലോട്ട് വെച്ചാൽ അധികം ദൂരമൊന്നുമില്ല, നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.